സൗദിയിൽ ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ ഇറാനെ സഹായിക്കാൻ നോക്കി രണ്ട് സഹോദരങ്ങൾ ജയിലിലായി. സൗദിയിൽ ഇരുന്നു കൊണ്ട് ഇഷ്ടരാജ്യമായ ഇറാനെ സഹായിക്കാൻ നോക്കിയ ഇന്ത്യക്കാരായ സഹോദരങ്ങൾക്കാണ് ഈ മുട്ടൻ പണി കിട്ടിയത്. ഇറാന് ധനസഹായം അയച്ചതിനാണ് ഉത്തർപ്രദേശിലെ അമ്രോഹ നൌഗാവൻ സ്വദേശികളായ സഹോദരങ്ങളെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് റാഹിബ്, മുഹമ്മദ് സഫർ എന്നിവരെയാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ദമാമിൽ വെച്ച് സൗദി പോലീസ് അറസ്റ്റ് ചെയ്തത്. സഫർ തന്റെ സഹോദരനായ റാഹിബിന്റെ ഫോൺ ഉപയോഗിച്ച് ഇന്ത്യയിലെ ഇറാൻ എംബസിയിലേക്ക് 200 സൗദി റിയാൽ, അതായത് ഏകദേശം 5000 ഇന്ത്യൻ രൂപ സംഭാവനയായി നൽകിയതിനെ തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായതെന്ന് കുടുംബത്തെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തു. എന്നാൽ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഇവർ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഇതുവരെ കൃത്യമായ വിവരങ്ങൾ ഒന്നുമില്ല. മാർച്ച് 27-നാണ് റാഹിബിനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് മാർച്ച് 30-ന് സഫറിനെയും പോലീസ് തടവിലാക്കി. സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി ഇവരുടെ അറസ്റ്റിനെ കുറിച്ച് കുടുംബത്തെ ഔദ്യോഗികമായി വിവരം അറിയിച്ചിട്ടുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തതെന്ന് കമ്മ്യൂണിറ്റി വെൽഫെയർ വിഭാഗത്തിലെ സുമിത് കുമാർ അയച്ച ഇമെയിലിൽ പറയുന്നു. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മുഹമ്മദ് റാഹിബ് ഹസൻ, മുഹമ്മദ് സഫർ ഹസൻ എന്നിവരെ സുരക്ഷാപരമായ കാരണങ്ങളാലാണ് തടങ്കലിൽ വെച്ചിരിക്കുന്നതെന്നും സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ എംബസി സൗദി വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും ഈ ഇമെയിലിൽ പറയും. ദേശീയ മാധ്യമങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വാർത്തയായിട്ടും മലയാള മാധ്യമങ്ങൾ പിന്നെയും വൈകിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മുഹമ്മദ് റാഹിബിന്റെയും മുഹമ്മദ് സഫറിന്റെയും മാതാപിതാക്കൾ അമ്രോഹയിലെ നൌഗാവിലാണ് താമസിക്കുന്നത്. ഇവരുടെ പിതാവാണെങ്കിൽ പക്ഷാഘാതം വന്ന് കിടപ്പിലുമാണ്. 5 വർഷം മുമ്പാണ് സഫർ ദമാമിൽ ഒരു കടയിൽ ജോലിക്ക് പോയത്. പിന്നീട് സഹോദരനെയും വിദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ തന്നെ ഒരു ജോലി ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. ഈ വർഷം ഫെബ്രുവരി മുതൽ അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ആക്രമണങ്ങൾ നേരിടുന്ന ഇറാനിലെ ജനങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ അമ്മ സഫറിനോട് തന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പണം അയക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഇന്ത്യയിലുള്ള ഇറാൻ എംബസിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൈമാറാമെന്ന് സഫർ അമ്മയോട് പറയുകയും ചെയ്തു. തുടർന്ന് സഫർ തന്റെ അനിയന്റെ ഫോൺ ഉപയോഗിച്ച് 200 സൗദി റിയാൽ അയച്ചു നൽകി. പണം കൈമാറാൻ അനിയന്റെ ഫോൺ ഉപയോഗിച്ചതിനെ തുടർന്ന് മാർച്ച് 27-ന് സൗദി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരുടെ താമസ സ്ഥലത്ത് എത്തി അനിയനെ കസ്റ്റഡിയിലെടുത്തു. മാർച്ച് 30-ന് ജ്യേഷ്ഠനെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ തടവിലാക്കി. പിന്നീട് അവരെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ഇറാനുമായി കടുത്ത ശത്രുതയുള്ള സൗദി അറേബ്യയിൽ നിന്ന് ഇറാന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതിനാലാണ് ഇവരെ തടവിലാക്കിയതെന്ന് കുടുംബം പറയുന്നു. എന്നാൽ ഇവരെ എന്തിനാണ് കൊണ്ടുപോയതെന്നോ ഇപ്പോൾ ഇവർ എവിടെയാണെന്നോ ഉള്ള കാര്യത്തിൽ സൗദി പോലീസ് കുടുംബത്തിന് യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല. 2 മക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തോടെ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടിയിരിക്കുകയാണ് മാതാപിതാക്കൾ. വിഷയത്തിൽ ഇടപെടണമെന്ന് പിതാവ് ഹസൻ അബ്ബാസ് വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചു. എന്റെ 2 മക്കളെയും സൗദി അറേബ്യയിൽ കാണാതായിരിക്കുന്നു. ഞാനൊരു രോഗിയാണ്. എന്റെ എല്ലാ ചിലവുകളും നോക്കിയിരുന്നത് മക്കളായിരുന്നു. എന്റെ മക്കളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കണ്ടെത്താൻ സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ആ വീഡിയോ കോളിൽ അദ്ദേഹം പറഞ്ഞത്. അതേസമയം യുദ്ധത്തിൽ തകർന്ന ഇറാനെ സഹായിക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പണം സംഭാവന ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്ത് നിന്നും നിലവിൽ അവരുടെ ശത്രുവായ ഇറാനെ സഹായിക്കാൻ പോയതാണ് ഇവരെ കുഴപ്പത്തിലാക്കിയത്. ഇറാനെ സഹായിക്കാൻ പോയവരെ ഇനി ഇന്ത്യൻ ഗവൺമെന്റ് സഹായിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്.